ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് അല്ലെങ്കിൽ അമിത രക്തസ്രാവം എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സാധാരണയായിട്ട് അറിയാം, ഒരു നോർമൽ പീരിയഡ്സ് എന്ന് പറയുന്നത് 2 ദിവസം മുതൽ 7 ദിവസം വരെയാണ് ബ്ലീഡിങ്. അപ്പോൾ ഇത് 2 to 7 days എന്ന് നമ്മൾ പറയുന്നത് ചിലർക്കത് 7 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് നിൽക്കുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ 2, 3, 4 ദിവസത്തിനോടകം ബ്ലീഡിങ് നിൽക്കും, പക്ഷേ വളരെ കൂടുതലായിട്ട് കട്ടയായിട്ട് രക്തക്കട്ടയായിട്ട് ഇങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ HB നോക്കുന്ന സമയത്ത്, ഹീമോഗ്ലോബിൻ നോക്കുന്ന സമയത്ത് അത് വളരെ കുറവായിട്ട് കാണപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഏത് പ്രായക്കാരിലാണ് കാണുന്നത്? ഇപ്പോൾ ഒരു യങ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറി പോലെ അസുഖങ്ങളുള്ള കുട്ടികളിൽ ഈ അമിതം രക്തസ്രാവം കാണാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ PCODയിൽ ചിലപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് ബ്ലീഡിങ് വരാറുള്ളത്. അപ്പോൾ ഈ വരുന്ന സമയത്ത് ഈ ഗർഭപാത്രത്തിൻ്റെ കട്ടി കൂടിയിരിക്കുന്ന അത് ഫുള്ളായിട്ട് നമുക്കത് ബ്ലീഡ് ചെയ്ത് പോകണം. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു 15 days അല്ലെങ്കിൽ 30 days വരെ ആ ബ്ലീഡിങ് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതൊരു റീസൺ. ഇനി ഒരു 40 years ആൻഡ് എബവ് മാരേജ് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയ ആൾക്കാരിൽ എന്തുകൊണ്ടാണ് ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം വരുന്നത്? ഗർഭപാത്രത്തിലുണ്ടാകുന്ന തടിപ്പുകൾ, അതായത് നമ്മൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയും. പിന്നെ ഗർഭപാത്രത്തിന് വീക്കം, അതിൻ്റെ തിക്നെസ് കൂടുന്നത്, അഡിനോമയോസിസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ കോശങ്ങൾ അണ്ഡാശയത്തിലും അതിൻ്റെ പുറത്തുമൊക്കെ വന്ന് സിസ്റ്റായിട്ട് ഉണ്ടാവുന്നതിനെയാണ് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു റീസൺ, ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ദശ പോലെ വളർന്നു വരുന്ന ഈ പോളിപ്പ് എന്ന് പറയുന്നത് ഒരു റീസണാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അമിതമായിട്ട് ഒരുപാട് ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് നമ്മളൊരു ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമ്മുടെ യൂട്രസിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ നോക്കും. അതിനുശേഷം ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് നോക്കും, ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കും, പിന്നെ അതുപോലെ തൈറോയിഡ്, സീറം പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ ഒക്കെ അളവുകളും ഒക്കെ കൃത്യമായിട്ട് നോക്കി അതെല്ലാം നോർമലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാനിങ്. അപ്പോൾ നമുക്കിത് ട്രാൻസ്വജൈനൽ സ്കാനിങ്, യോനിഭാഗത്തൂടെ ചെയ്യുന്ന സ്കാനിങ്ങിലാണ് കൃത്യമായിട്ട് അതിൻ്റെ റീസൺ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. TVS മാത്രമല്ല, വയറിൽ കൂടെ ചെയ്യുന്ന സ്കാനിങ്ങിലും നമുക്ക് ഫൈബ്രോയിഡ് ആണെങ്കിലും അഡിനോമയോസിസ് ആണെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രാൻസ്വജൈനൽ സ്കാനിങ്ങിൽ നമ്മൾ ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, പിന്നെ അതുപോലെ പോളിപ്പ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ സ്കാനിൽ നമുക്കത് തെളിഞ്ഞു കിട്ടും. അങ്ങനെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളതിൻ്റെ ഒരു സിവിയർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകത്തില്ല. നോൺ ഹോർമോണൽ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, ഹോർമോണൽ മെഡിക്കേഷൻസ് ഉണ്ട്, പിന്നെ അതുപോലെ കോപ്പർട്ടി പോലെ നമുക്ക് ഉള്ളിലിടാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു 5 years വരെ നമുക്ക് യാതൊരു പ്രോബ്ലവും കൂടാതെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഡിവൈസാണ്. ഇനി ഇതിലൊന്നിലും നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ക്യൂർ ആ പേഷ്യൻറ്റിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഏജ് അനുസരിച്ച് ഫാമിലി കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ അൺമാരീഡായിട്ട് അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ വലിയ മുഴയാണെങ്കിൽ നമുക്ക് മുഴ മാത്രമായിട്ട് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. അതായത് മയോമെക്ടമി എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇനി മാരീഡായിട്ട് ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ എബവ് 45 years ആൻഡ് എബവ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു ഏജ് നമുക്ക് പറയാം. അങ്ങനെയുള്ള പ്രായക്കാരിലാണെങ്കിൽ നമുക്ക് ഗർഭപാത്രവും മുഴയും മൊത്തമായിട്ട് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. അതാണ് അതിൻ്റെ ഫൈനൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ റീസൺസ് അല്ലാതെ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഈ ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. അതായത് രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾ, അതായത് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ്, പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ചില മരുന്നുകൾ കാരണവും ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കൂ. പിന്നെ അതുപോലെ നമ്മൾ ഫൈനൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഈ നോൺ ഹോർമോണൽ, ഹോർമോണൽ, പിന്നെ അതുപോലെ ഡിവൈസ്, സർജറി, ഇങ്ങനെ ഒരു 4 ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റീസ് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ നമ്മളിപ്പോൾ ഹെവി മെൻസ്ട്രുവൽ ബ്ലീഡിങ്ങിന് നമ്മളിപ്പോൾ ഹോർമോൺസും അതുപോലെ നോൺ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ട് സർജറി തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും ഒരു എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് പറയുന്നത് എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ബയോപ്സി, കട്ടി കൂടിയിരിക്കുന്ന ഭാഗം നമ്മളെടുത്ത് അത് ബയോപ്സിക്ക് വിടുന്നതിനെയാണ് നമ്മൾ ഈ പിപ്പൽ ബയോപ്സി അല്ലെങ്കിൽ ഡയലറ്റേഷൻ ആൻഡ് ക്യൂററ്റാജ് എന്ന് പറയുന്ന DNC. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും, അതായത് നമ്മളൊരു ഫൈനൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുന്നേ
മാലിഗ്നൻസി ഇല്ല എന്നുള്ളത്, യൂട്രൈൻ ക്യാൻസർ ഇല്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു DNC അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ബയോപ്സി എപ്പോഴും നിർബന്ധമായിട്ടും ഒരു സർജറി എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്.